പ്രിയമുള്ളവരെ, ഒരിക്കൽ മദർ തെരേസ തന്റെ സ്ഥാപനത്തിന്റെ ആവശ്യമായി ഒരു ധനികനെ സമീപിക്കുകയാണ്. പക്ഷെ എന്നാൽ ഗർവിഷ്ഠനായ ധനികൻ മദർ തെരേസയെ ഗൗനിക്കുന്നേ ഇല്ല. മദർ തെരേസ ആട്ടെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചു. അവസാനം മദർ തെരേസ തന്റെ കൈകൾ നീട്ടി യാചിച്ചു. ഇത് കണ്ട ധനികന് ദേഷ്യം വന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ കൈകളിൽ തുപ്പ് കൊടുത്തു. ഇത് ഏറ്റുവാങ്ങിയ മദർ തെരേസ ആകട്ടെ യാതൊരു ഭാവഭേദവും കൂടാതെ തന്റെ വസ്ത്രത്തിലേക്ക് ആ തുപ്പൽ തുടയ്ക്കുകയും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതേ എനിക്കിരുന്നു കൊള്ളട്ടെ, പക്ഷെ എന്റെ മക്കൾക്ക് എന്തെങ്കിലും തന്നുകൂടെ എന്ന് വീണ്ടും ആവർത്തിച്ചു. ഒരു നിമിഷം ആ ധനികൻ തന്റെ അഹങ്കാരമെല്ലാം വെടിഞ്ഞ് കുറ്റബോധത്താൽ തല താഴ്ത്തിപ്പോയി. അദ്ദേഹം വേഗം ക്ഷമ ചോദിച്ച് മദർ തെരേസയ്ക്ക് ഒരു വലിയ സംഖ്യ എഴുതിക്കൊണ്ടു. പറഞ്ഞു വന്നത്, മഹത്തുക്കളായ പലരും തങ്ങളുടെ പ്രവൃത്തികളിലേ ശ്രദ്ധിക്കാറുള്ളൂ. മറ്റുള്ളവരുടെ പ്രവൃത്തികളെ അവർ ഗൗനിക്കാറേ ഇല്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും എണ്ണി അതിന് പ്രതികരിക്കാനല്ല അവർ ശ്രമിക്കാറുള്ളത്. മറിച്ച് തങ്ങളുടെ ലക്ഷ്യം അത് മാത്രം മുന്നിൽ കാണുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് മഹത്തുക്കൾ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തരാകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.